കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് പെണ്ണെ കൊഞ്ചും മഴയിട്ട് കൈകൊട്ട്. അത് കലാഭവനിയാണ് പാടിയത്. കലാഭവനി ആദ്യമായിട്ട് പാടിയതാണ്. വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സിനിമയിൽ കാട്ടിലെ മാനിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കി മാറാറ് പണ്ടൊരു ചെണ്ട. കാട്ടിലെ മാനിൻ്റെ തോല് കൊണ്ടുണ്ടാക്കി മാറാറ് പണ്ടൊരു ചെണ്ട. ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ കാസറ്റ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജയചന്ദ്രൻ, നെക്സ്റ്റ് ജയചന്ദ്രൻ ചേട്ടൻ. ബാക്കിയുള്ള കാസറ്റ്സിനൊക്കെ കാസറ്റ് എടുക്കും, പക്ഷെ വില കുറയും. നല്ല വില കിട്ടണമെങ്കിൽ നമുക്ക് ദാസേട്ടൻ പാടിയ പാട്ട്. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഞാൻ 5-6 പ്രാവശ്യമാണ് കണ്ടുള്ളത്. അതിൻ്റെ പാട്ടുകൾ ഞാനും ഫാനാണ് കേട്ടോ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ ജാനകിയമ്മ പാടി. എൻ്റെ അമ്മോ, എന്തൊരു സ്റ്റൈലായിട്ട് പാടിയെന്നറിയോ. ആ ഒരു ഭയങ്കര ഹാസ്കിയിൽ അതുപോലെ ശങ്കർജിയുടെ ഒരു ടൗലും കാര്യവും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നാണ്. ഇപ്പോൾ ഒരു ഗായകനോ ഗായികയോ ഒരാണ് ശരി, അവർ ഫ്രണ്ട്സിനോട് പറയും, അല്ലെങ്കിൽ അച്ഛനോട് അമ്മോട് പറയടാ, അല്ലെങ്കിൽ അച്ഛ ഞാൻ മോൺസിത്തരോട് പാട്ട് പാടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ ദൈവം അവർ നന്നായി പാടണേ. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശങ്കർ, മോഹൻ സിത്താര ആൻഡ് അനുപമ. വെൽക്കം സർ. എഴുത്തോല എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാണ്, അതിൽ അഭിനയിക്കുകയാണ് അല്ലേ? എന്താണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും കൂടെ തീരുമാനിച്ചത്? അതിൻ്റെ സ്റ്റോറിയാണ്. ബിക്കോസ് അത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇരുന്ന്, അതിൻ്റെ ഡയറക്ടർ സുരേഷ് ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം UK ലോയറാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സിനിമ ആണല്ലോ നമ്മുടെ വിഷയം. സിനിമ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കഥ പറഞ്ഞു. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവിടെ ഇരുന്ന് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അവിടെ കഥ കേട്ട ആൾക്കാരൊക്കെ ആശാത്തിയും ആശാനും ആദ്യമായിട്ട് എഴുത്തിനിരുന്നതും ഒക്കെ ആയിട്ട് കേട്ടപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഒന്നും നമ്മളപ്പോൾ ആലോചിച്ചില്ല. ബിക്കോസ് നമുക്കറിയാം ഇത്തരം സിനിമകൾ അതിൻ്റെ സക്സസ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ സിനിമ എടുത്ത് അത് ഫസ്റ്റ് കോപ്പിയായി ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം നമ്മളിത് റിലീസിന് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ബിക്കോസ് ഇത് കുറച്ച് അവാർഡുകളിലേക്ക് വിടുക, പിന്നെ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം എന്നൊക്കെ. പക്ഷേ ഈ ഫസ്റ്റ് കോപ്പി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ട് തിയേറ്ററിൽ ഇറക്കിക്കൂടാ എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. എന്താ വെച്ചാൽ സിനിമയിൽ ഇറക്കാവുന്നൊരു തിയേറ്ററിൽ ഇറക്കേണ്ട ഒരു സിനിമയാണത് ശരിക്കും. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്. ഇപ്പോൾ ജൂലൈ 5-ാം തീയതി തിയേറ്ററിൽ വരാൻ പോകുന്നു. മോഹൻ സാർ, എന്താണ് സാറിന് എഴുത്തോലയിൽ എക്സൈറ്റ് ചെയ്യിച്ചേ? ഈ കഥ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിച്ചു. കഥ എന്നോട് പറഞ്ഞെങ്കിൽ പോലും വിഷ്വല് ഭയങ്കര, ചിലർ പറയാൻ മിടുക്കന്മാരാ, ചെയ്തു വരുമ്പോൾ അതുണ്ടാവില്ല. ചിലർ പറയുമ്പോൾ ആവറേജേ പറയുള്ളൂ, പക്ഷെ ചെയ്തു വരുമ്പോൾ ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇത്. ഇപ്പോൾ സുരേഷ് എൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലൊരു സബ്ജക്റ്റ്, പക്ഷെ എടുത്തു വന്നപ്പോൾ ഭയങ്കര രസമായി. അതുപോലെ ഈ അതിനകത്ത് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തൊക്കെ ഭയങ്കരമായിട്ട് നല്ല കറക്റ്റ് സെലക്ഷനാണ്, കാസ്റ്റിംഗ് സെലക്ഷനൊക്കെ. അതുപോലെ ഇതുപോലൊരു പടത്തിൽ മ്യൂസിക് ചെയ്യാൻ പറ്റിയത് ഒരു നല്ലൊരു ക്ലാസ് ഫിലിം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ബഹളം കാര്യങ്ങൾ എന്നോട് കവിത പോലെ ഒഴുകി പോകുന്ന ഒരു നല്ലൊരു മൂടുള്ള സിനിമ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നത്. എന്താ പറയുക, ഒരുപാട് ബഹളം കാര്യങ്ങളില്ലാതെ നല്ലൊരു ആ സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് നല്ല നല്ല മ്യൂസിക്കുകൾ ഇതിനകത്ത് വന്നു. ഒരു ക്ലാസിക് മൂടുള്ള പാട്ടുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് ഇങ്ങനെ കയറി ചെല്ലും. അതിനെ പ്രത്യേകിച്ച് നിഷ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ചില പോർഷണങ്ങൾ കാണുമ്പോഴേ അവർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അന്ന് നിഷ മാത്രമല്ല, ഇതിനകത്ത് എല്ലാവരും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇവരുടെ പേര് അനുപമൊക്കെ പൊളിച്ചിരിക്കുകയാണ്. അതുപോലെ ഹസ്ബൻഡല്ലേ അടിച്ച് ഫിറ്റ് പറഞ്ഞ് അദ്ദേഹം, അതൊക്കെ പുതിയ ആളുകളാണ് കുറേ. അത് ആ കറക്റ്റ് ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് പിന്നെ ഡയറക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുടിച്ച് ഒരു റൗഡി പോലെ
നിൽക്കുന്ന ഒരു കക്ഷി, അത് അയാളെ അഭിനയിക്കേണ്ട, അയാളവിടെ നിന്നാൽ മതി, അടുത്ത പെസകൻ തോന്നും എന്ന് പറഞ്ഞ പോലെയാണ് അതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സിനും സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മനോഹരമായി എനിക്ക് ഇതിനകത്തൊരു പാട്ട് ചെയ്യാൻ പറ്റി. ഒരു പിന്നെ മലയാള വ്യഞ്ജനാക്ഷരങ്ങളെ കൊണ്ടുള്ള പാട്ട് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത്. അതെനിക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെയ്തു. പ്രത്യേകിച്ച് ശങ്കർജിയുടെ പടം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ വലിയ ഫാനാണ്. എന്നുവെച്ചാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ഞാൻ 5-6 പ്രാവശ്യമാണ് കണ്ടുള്ളത്. അതിൻ്റെ പാട്ടുകൾ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ പറയും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ആ ജാനകിയമ്മ പാടി, എൻ്റെ അമ്മോ എന്തൊരു സ്റ്റൈലായിട്ട് പാടിയെന്നറിയോ. ആ ഒരു ഭയങ്കര ഹസ്കിയിൽ, അതുപോലെ ശങ്കർജിയുടെ ഒരു ടൗലും കാര്യങ്ങളും അതൊരു ഭയങ്കര അന്നത്തെ കാലത്ത് എന്താ പറയുക, നമ്മുടെ അന്നും അതിനുള്ള ആരാധകനാണ്. പിന്നെ ഇനി ശങ്കർജി ദൈവം സഹായിച്ച് വലിയൊരു അവസ്ഥയിലെത്തട്ടെ. ചിലതിൽ ആ പഴയ അവസ്ഥയിൽ നിന്നും വലിയൊരു ലെവലിലേക്ക് എത്തണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അത് ദൈവം സഹായിച്ച് ഉണ്ടാവട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയാണ്, മനസ്സിലായില്ല, വലിയ സംഭവങ്ങളൊന്നുമല്ല. ഒരു നല്ല സുഖമുള്ള സിനിമ. കുറേ കാലമായി മലയാളത്തിൽ ഇതിൽപ്പോഴൊരു നല്ല സിനിമ വന്നിട്ട്. അപ്പോൾ നമ്മളെ ജനങ്ങൾ അത് ഏറ്റെടുക്കണം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ, നല്ല പടം കേട്ടോ, അതൊക്കെ സക്സസ് ആക്കണം. കാരണം ഒരു ഈ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞല്ലോ, അവർ എപ്പോഴും വലിയ വലിയ ആളുകളിലാണ് ചെന്നെത്തുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പൈസ തിരിച്ചു കിട്ടണം. അതൊന്നും നോക്കാതെ ആ സിനിമയ്ക്ക് വേണ്ടി അതിന് ഏത് ക്യാരക്ടറാണോ അവർ ആവശ്യം, അത് അങ്ങനെയുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ല, അവർ പൈസ തിരിച്ചു കിട്ടാമെന്നല്ല ചെയ്തിട്ടുള്ളത്. ആ പ്രൊജക്റ്റ്, ആ സംഭവം നന്നാക്കണം, അതിനു വേണ്ടിയാണ്. അത് ശങ്കർജിയോട് എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ കാസ്റ്റിംഗ് വന്നപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു, എല്ലാവരും കുറേ പേരൊക്കെ ഇതുപോലെയുള്ള റോള് ചെയ്തിട്ടുണ്ട്. അപ്പം ആരെ കാസ്റ്റ് ചെയ്യും, അവരാണ് പ്രോപ്പർ കാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ സിനിമ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോഴാണ് സനീഷ സാരംഗ് ഭയങ്കര പോപ്പുലറാണ്. എവിടെ ചെന്നാലും ഒരു ഭയങ്കര പോപ്പുലറാണ്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഫങ്ഷന് പോകുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത്, സത്യം പറയാം. അപ്പോൾ ഞങ്ങൾ വെച്ച് അവരെ കൊണ്ട് നമ്മൾ ഒരു ഡിഫറെൻറ്റ് റോള് ചെയ്യിപ്പിക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അതിൽ ഉപ്പുമുളകിൽ തമാശ പറഞ്ഞ് നടക്കുന്ന അങ്ങനെ ഒന്ന് മാറി ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പിന്നെ ആദ്യം ഒന്ന് പേടിച്ചു, എന്താ വെച്ചാൽ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പിന്നീട് സമ്മതിപ്പിച്ചു, അങ്ങനെ അവർ ചെയ്യാൻ സമ്മതിച്ചു. ഞാൻ പിന്നെ നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യും. പരിചയമില്ല പ്രേക്ഷകർക്ക്, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ അടുത്തേക്ക് എത്തിയൊരു മൂവിയാണ്. മൂവി ഭയങ്കര പാഷനായിരുന്നു. പക്ഷെ ഒരുപാട് ഇതുപോലെ ആൾക്കാരെ കാണുന്നു, നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഒരുപാട് സംസാരിക്കുന്നു. പക്ഷെ മൂവി എന്നുള്ളൊരു സ്വപ്നം അപ്പോഴും ബാക്കിയായിരുന്നു. അങ്ങനെയാണ് ഈ മൂവിനെ കുറിച്ച് എന്നോട് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ശങ്കർ സർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇല്ല കഴിഞ്ഞു. കാരണം ശങ്കർ സാറിനെ പോലെ ഒരാള് 100 അനുഭവം 1000 അനുഭവന്മാരെ കിട്ടും. അപ്പം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ പോലെ ഒരാളെ അത് ഞാൻ സ്വപ്നം കണ്ട ഭാഗ്യമല്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചായിരുന്നു. 10 മിനിറ്റ് സംസാരിച്ചുള്ളൂ ഈ ഒരു മൂവിനെ കുറിച്ച് എന്നോട്. പക്ഷെ പിന്നെ എനിക്ക് കോൾ വന്നു. അങ്ങനെ ഞാൻ പോയി. ഫസ്റ്റ് ശങ്കർ സാറിനെയും ആണ് മീറ്റ് ചെയ്യുന്നത് ഹോട്ടലിൽ പോയിട്ട്. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്. അപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അഭിനയ പ്രാധാന്യമുള്ളൊരു മൂവി കൂടിയാണ്. അപ്പോൾ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതോ ഞാൻ കാരണം ഇവർക്കതൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുത്തതിന് ശേഷം എല്ലാവരും നല്ലതെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ ലെജൻസിന്റെ എടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് മൂവി കൂടി ആയതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു അവോർഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സോ സന്തോഷം, ഹാപ്പി. സാർ എന്ത് റോളാ ഇതില്? എങ്ങനെയുള്ള ഞാനൊരു ഗസ്റ്റ് റോളിലേ വരുന്നുള്ളൂ. അവസാനം ഒരു മിനിസ്റ്ററായിട്ട് വരുന്ന എൻ്റെ സിനിമ അതിൽ എന്തെങ്കിലും ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ പ്രേക്ഷകർ എന്തായിരിക്കും ഇതിന്റെ തീം? കാരണം ഇതിൽ സാഗ ഓഫ് ആൽഫബറ്റ്സ് എന്നാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ വന്നിട്ടുള്ളത്. എന്തായിരിക്കും ഇത്? ആക്ച്വലി നമ്മളൊക്കെ നമ്മുടെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു 10-30 വർഷം 35 വർഷം 40 വർഷം മുമ്പെയുള്ള ആളുകളൊക്കെ കടന്നു പോയിട്ടുള്ളൊരു ഇതാണ് എഴുത്തോല, ഓലയിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ.
നമ്മളൊക്കെ അത് കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം റിലേറ്റ് ചെയ്തു ഈ സിനിമ. ബിക്കോസ് ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ഒരു ആശാനും ആശാത്തിയാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളിൽ വരുന്ന. ആശാൻ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെയാവും. അപ്പോൾ അവർ അന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കാശും പണത്തിനും വേണ്ടിയല്ല. ഈ കുട്ടികളെ ഇതിൽ 10, 100, 120 കുട്ടികളെ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അവരെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പാഷനാണ്. അവർ കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പോലെ കണ്ട് പഠിപ്പിക്കുന്ന. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ ഒരു സമയം വരുമ്പോൾ പതുക്കെ സ്കൂളുകൾ വരുന്നു, വലിയ വലിയ സ്കൂളുകൾ വരുന്നു, ഇംഗ്ലീഷ് മീഡിയം വരുന്നു, പിന്നെ പല സ്കൂളുകളുടെ ഡോമിനേഷൻ വരുന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ മാറി അവരതിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇവരൊന്നുമില്ലായ്മയിലേക്ക് പോകുന്ന ഒരു കഥ പറയുന്നതാണ്. എനിക്ക് പേഴ്സണലി ഒരു മെമ്മറി ഉള്ളത്, ആദ്യമായിട്ട് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടാണ് സ്റ്റേജിൽ കയറേണ്ടിയിരുന്നത്. അതൊരു പനി കാരണം നടന്നില്ല, പക്ഷെ പാട്ട് പാടാൻ യോഗ ഇല്ലാന്ന് വന്ന് തെളിഞ്ഞത്. പക്ഷെ അത് വാവാ താമരപ്പെണ്ണായിരുന്നു ആദ്യമായി സ്റ്റേജിൽ കയറേണ്ടിയിരുന്നത്. അപ്പൊ എനിക്കിപ്പോ ടീച്ചർ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഇതായിരിക്കും ഞാൻ പാടാൻ പോവാ, മുടിയൊക്കെ കെട്ടി പോവാന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റിൽ അന്ന് ഈ വാവാ താമരപ്പെണ്ണെ, കൈകൊട്ടു പെണ്ണയൊക്കെ ഞങ്ങളുടെ ഒരു 1ാം ക്ലാസ് കാലത്തൊക്കെ പാടി നടന്നൊരു പാട്ടാണ്. ഇന്ന് നോക്കുമ്പോ ആ ആൽബത്തില് സഹ്യസാനുശ്രുതി അല്ലെ, ഇവിടെ വേറൊന്ന് അങ്ങനെ വളരെ വ്യത്യസ്തമായി നാടൻ പാട്ടുകളെ പോലെ ഇത് വരുമ്പോ ആ ആൽബം എങ്ങനെയായിരുന്നു ഒന്ന് സെറ്റ് ചെയ്യണേ? ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളൊരു സിനിമയ്ക്കാണല്ലോ നമ്മൾ പാട്ട് ചെയ്യുന്നത്. അപ്പോൾ പടത്തിന് എന്താണോ ആവശ്യം അത് നമ്മൾ ഇങ്ങനെ അറിയാണ്ട് വരും, അത്രേ ഉള്ളത്. ഇപ്പോൾ വാ താമരപ്പെണ്ണ്, കലാഭമണിയാണ് പാടി. അതെ, കലാഭമണി അത് ഒരു പ്രത്യേക സ്റ്റൈൽ അദ്ദേഹം പാടി. പിന്നെ അദ്ദേഹം എന്തോ ഒരു ബുദ്ധി വികസിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് പറ്റിയൊരു പാട്ട്, ഒരു കുസൃതി പാട്ട് അങ്ങനെ ചെയ്തു. അതുപോലെ കരുമാടിക്കുട്ടൻ കൈകൊട്ട് പെണ്ണെ കൊഞ്ചും മഴയിട്ട് കൈകൊട്ട്, അത് കലാഭമണിയാണ് പാടിയത്. കലാഭമണി ആദ്യമായിട്ട് പാടിയതാണ് വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സിനിമയിൽ. കാട്ടിലെ മാനിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കി മാറാറ് പണ്ടൊരു ചെണ്ട, കോരുകൊണ്ട് താളക്കുഴപ്പുള്ള ചെണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വിസ്മി സാറാണ് അത് ചെയ്തത്. പുള്ളിയുടെ ആ ഹാർമോണിയം വായിക്കുന്നതൊക്കെ നമ്മള് കുട്ടിക്കാലത്ത് അല്ലെ അതുപോലെ അനുകരിച്ച പാട്ടൊന്നും നമുക്ക് ഇപ്പൊ ഇറങ്ങുന്ന പല പാട്ടുകളും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഇന്നും കേൾക്കുന്ന പാട്ടുകളാണ് ഇത്. നമുക്കത് മടുക്കാറില്ല. സാറിന്റെ അത് ചില പ്രത്യേകതയാ. അത് ചില ആൾക്കാരുടെ ഒരു പറഞ്ഞ പോലെ ശങ്കർ സാറിന്റെ മൂവീസ് ഇന്നും നമുക്ക് കാണുമ്പോൾ എത്ര പ്രാവശ്യം ഇപ്പൊ കൈരളിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂവീസാണ്. ഞാൻ ഇരുന്ന് കാണാറുണ്ട്. നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ശങ്കർ സാർ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു പാരന്റ്സിന്റെ റേഞ്ചിലുള്ളവരും അതിലും ഏജുള്ളവരും ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനിലുള്ളവരും ശങ്കർ സാർ എന്ന് പറയുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചോദിക്കും. ശരിക്കും ആദ്യ സിനിമയിൽ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതിന് സാർ എങ്ങനെയാ കാണുന്നത്? എൻ്റെ ആദ്യത്തെ സിനിമയില് അല്ല, ആ സിനിമയുടെ ഗുണമാണത്. ബിക്കോസ് ഇതൊരു ലവ് സ്റ്റോറിയാണല്ലോ അത്. പക്ഷെ ആ സിനിമ അന്ന് എടുക്കുമ്പോഴും ഞങ്ങളിങ്ങനെ അത് ഇപ്പം ശരിക്കും ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അത് അത്രയും മോഡേൺ ആയിരുന്നു അന്ന് ആ സിനിമ. അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചൊരു സ്ത്രീയെ വേറൊരാൾ സ്നേഹിക്കുന്നു, അതറിഞ്ഞിട്ടുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. ബിക്കോസ് പിന്നെ പ്രത്യേകിച്ച് ഹിറ്റ് സിനിമകളൊക്കെ ഇപ്പം നമ്മളും പഴയ ഇത്ര ഹിന്ദി സിനിമകൾ നമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ അന്ന് ഹിറ്റായ സിനിമകൾ പഴയ 10, 20, 30 വർഷം മുമ്പ് വന്ന സിനിമകൾ നമ്മൾ കാണാറുണ്ട്. എന്താ വെച്ചാൽ അതൊക്കെ പേര് കേട്ട സിനിമകളാണ്. അപ്പോൾ അതുപോലെ പേര് കേട്ടൊരു സിനിമയാണല്ലോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അപ്പോൾ ഇന്നത്തെ ഇപ്പം പലരും എൻ്റെ അടുത്ത്, ഞാനിപ്പോൾ എയർപോർട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ പലരും ഓടി വന്ന്, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഏജിലുള്ള അല്ലെങ്കിൽ അതിലും ചെറിയ കുട്ടികളൊക്കെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന 2 സിനിമകളുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കുറച്ചും കൂടി ക്ലാസ്. 2 സിനിമ എപ്പോഴും എൻ്റെ അടുത്ത് അവർ വന്ന് എൻ്റെ അടുത്ത് പറയും, അയ്യോ ഞങ്ങൾ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന്. പിന്നെ സുഗമോദേവി, എല്ലാവരും സുഗമോദേവിയൊക്കെ അന്ന് തന്നെ ഒരു ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട സിനിമയാണ് ശരിക്കും.
അങ്ങനത്തെ ചില സിനിമകളൊക്കെ ഉണ്ടാവും. പ്രൊഡ്യൂസ് ചെയ്തത് ചേക്കേറാനൊരു ചില്ല അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. അത് പിന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ അതെ ആദ്യം അത് എനിക്ക് തോന്നുന്നു 1986 ആ സമയത്ത് 82 83 പ്രൊഡ്യൂസ് ചെയ്താണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അത് ഞങ്ങൾ 4-5 പേര് ചേർന്ന് ചെയ്തതാണ്. അതെ അതെ അതിനെ പറ്റി മണിയമ്പിള്ള രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തനിച്ച് ചെയ്തതാണ്. പിന്നെ തമിഴിൽ കാതലെന്നും ഞാൻ തനിച്ച് ചെയ്തതാണ്. അന്ന് ഒരു പ്രൊഡ്യൂസർ വേഷം അത്ര നമ്മൾ വന്ന് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ ചെയ്യാം മൈ ഡിയർ റോങ് നമ്പർ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു. ഇതെന്തായിരുന്നു സിബി സാറിന്റെ സെക്കൻഡ് മൂവി ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് ഞാനപ്പോൾ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സിബി മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ തൊട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ പ്രിയൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്കിരും മുപ്പത്തി തൊട്ട് അയൽവാസി ഒരു ദരിദ്രവാസി, ഓടരുതമ്മ, വാളറിയ, അങ്ങനെ കുറേ സിനിമകൾ സിബി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സൗഹൃദമാണ്. അപ്പോൾ സിബി എപ്പോഴും ഇങ്ങനെ പറയും ഒരു പടം ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ചേക്കേറാൻ ചില്ലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ശരി ഓക്കെ നമുക്കൊരു സിനിമ ചെയ്യാം. പിന്നെ അന്ന് സിനിമ ചെയ്യാൻ നമ്മൾ അത്ര ടഫൊന്നുമല്ല. ബിക്കോസ് നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ മാർക്കറ്റ് വാല്യൂ വെച്ച് നമുക്ക് അന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അപ്പം നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ബാക്കി എല്ലായിടത്തും നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അങ്ങനെ സിനിമയും ഭയങ്കര സക്സസ് ആയിരുന്നു ആ സിനിമ. സിബി അവിടെ നിന്ന് പിന്നെ ഒരുപാട് സിനിമകളിലേക്ക് പോയി. ഇന്ദ്രൻ ചേട്ടനെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് നമ്മുടെ കഥാനായകനിലെ ഗുഡ് മോർണിംഗ് എന്നുള്ള സോങ്. അതും ഈ പറഞ്ഞ പോലെ രസമുള്ളൊരു മെമ്മറിയാ. ഒരുപാട് പാട്ടുകൾ ചോദിക്കാനുണ്ട്, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചോദിച്ചതേ ഉള്ളൂ. അതിൽ ഇവരെ കൊണ്ടൊക്കെ പാടിക്കുന്നുണ്ട് അല്ലേ, ലളിത ചേച്ചി, ജനാർദ്ദനൻ ചേട്ടൻ, ഇവരെയൊക്കെ പാട്ടും വരുന്നുണ്ട്. പിന്നെ ബഹുത് അച്ഛ എന്ന് പറഞ്ഞ എൻ്റെ ഇന്നോടത്താണോ അതിന്റെ തമാശ. അതെ, അത് ഒരു പിന്നെ പ്രൊഫഷണൽ സിംഗേഴ്സിനെ കൊണ്ട് അത് അങ്ങനത്തെ ഒരു മൂഡിൽ പാടിപ്പിച്ചാൽ അത് അത്ര ആപ്റ്റാവില്ല. അത് ലളിത ചേച്ചിയുടെ ശബ്ദം, അത് നമ്മളെ ജയറാമിൻ്റെ ശബ്ദം, അങ്ങനെ ആരൊക്കെ അതിനകത്ത് പാടിയിട്ടുണ്ട്. അപ്പോൾ അവർ പാടിയപ്പോൾ അതിൻ്റെ സ്റ്റൈലേ മാറി ഭയങ്കര ഒരു ലൈഫ് കിട്ടിയാണ്. മറ്റുള്ള ആളുകളുടെ പാടിപ്പിച്ചാൽ അത്രയും കിട്ടൂല. അതുകൊണ്ടാണ് അതങ്ങനെ പാടിപ്പിച്ചത്. ഇനി മലയാള സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. അത് ഒരു സിനിമയിൽ തന്നെ പല തരം പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സ്വപ്നക്കൂട്, അത് കുറച്ച് കാലം കഴിഞ്ഞ് 2003 ആ സമയത്ത് വരുന്ന, എപ്പോഴും സാറിനെ പറ്റി പറയുന്നതാണ് വെസ്റ്റേണും നാടൻ മ്യൂസിക്കും ഒന്നിച്ച് ചേർക്കാൻ പറ്റാറുള്ളൂ, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ സ്വപ്നക്കൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലെ സിംഗേഴ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. കറുപ്പിനാഴ്, ജോത്സ്നയും കറുപ്പിനാഴൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ മറക്കാം വിധിച്ചേട്ടനാണ്. ഇഷ്ടമല്ലടാ എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പോഴേക്കും അഫ്സൽ ആൻഡ് ചിത്ര അയ്യർ അല്ലേ, വളരെ വ്യത്യസ്തമായിട്ടാണ് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അന്ന് ഈ സിംഗേഴ്സിനെ പിക്ക് ചെയ്യുന്നതൊക്കെ എന്തായിരുന്നു? അല്ല, നമ്മൾ എപ്പോഴും ഒരു പാട്ടിന് പുതുമ കിട്ടണമെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ദാസറൊക്കെ അല്ലെങ്കിൽ ജേട്ടനൊക്കെ പാട്ട് സൂപ്പറാവും, പക്ഷേ അതിന് വേറൊരു വോയിസ് വന്നപ്പോഴാണ് കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ജോൾസിനായാലും വിധു പ്രതാപിലായാലും അഫ്സലായാലും ഫ്രാങ്കോയാലും ഒരുപാട് ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ജരി, അങ്ങനെ അവരെ കൊണ്ടൊക്കെ പാടിപ്പിക്കാനുള്ള കാരണം ഒരു പാട്ടിനൊരു പുതുമ കിട്ടാൻ വേണ്ടിയാണ്. മഴയിൽ രാത്രി മഴയിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, മഞ്ജരി പാടിയ പാട്ട്. അപ്പം ഒരുപാട് പാട്ടുകൾ അത് ഇവരുടെ ഒരു വോയിസിൽ ആണത് വന്നപ്പോഴാണ് സുഖം കിട്ടിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താണെന്നറിയാം, ദാസർ, MG ശ്രീകുമാർ, ചിത്ര, ഇവരൊരു കാലഘട്ടത്ത് പുതിയ ആളുകൾക്ക് വരാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പിന്നെ കാസറ്റ് കമ്പനിക്കാരും ഇവരിൽ മാത്രം പാടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ എത്രയോ നമ്മുടെ കേരളത്തിൽ എത്രയോ നന്നായി മിടുക്കത്തികളും പാടുന്ന ആളുകളുണ്ട്, അവർക്ക് ചാൻസ് വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പിള്ളേരിങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനടുത്ത് ഒരുപാട് പുതിയ കുട്ടികളൊക്കെ വരും. അപ്പോൾ അവർ സംസാരിക്കുന്നത് തന്നെ ഞാൻ ശ്രദ്ധിക്കും, കാരണം അവരുടെ ശബ്ദവും ആ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു പാടിക്കും. പക്ഷെ ഞാൻ അവരോടൊന്നും പറയും നോക്കാം മോളെ, നോക്കാം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിടും. പിന്നീട് അവർക്ക് പറ്റുന്നൊരു
പാട്ട് വരുമ്പോൾ കാരണം നമ്മൾ അവർ പാടുന്നത് നമ്മുടെ ഇതിനകത്ത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ശബ്ദമാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും കൊടുക്കും. അല്ലാണ്ട് നമ്മൾ ഇപ്പം പലരും എനിക്ക് പാടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ ഒരു പാട്ടിന് ഒരു ടോൺ എൻ്റെ മനസ്സിനകത്ത് വരും. ആ ടോണിൽ പാടിപ്പിച്ചാൽ ആ പാട്ട് നന്നാവുള്ളൂ. ചില പാട്ട് ചിലപ്പോൾ കുഴപ്പമായി പോകും. അങ്ങനെ പലർക്കും എന്നോട് വിഷമം ഉണ്ടായിട്ടുണ്ടാകും. കാരണം നമ്മൾ കരുതി കൂട്ടിയിട്ടില്ല. എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഒരു മനുഷ്യനും വേദനിക്കുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നാണ്. ഇപ്പോൾ ഒരു ഗായകനോ ഗായികയോ ഒരെണ്ണം വെച്ചാൽ അവർ ഫ്രണ്ട്സിനോട് പറയും, അല്ലെങ്കിൽ അച്ഛനോട് അമ്മോടൊക്കെ പറയടാ, അല്ലെങ്കിൽ അച്ഛ ഞാൻ മോൺസിത്തരോട് പാട്ട് പാടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ ദൈവം അവർ നന്നായി പാടണേ, ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ട് പാടിക്കുന്നത്. ഈ പാടിക്കണ സമയത്ത് അവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ മോളെ അഫ്ഗാനുണ്ട് കേട്ടാ, ചിലപ്പോൾ അവർ ആവറേജ് ആവും പാടുണ്ടാവുക. പക്ഷെ അവരോട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ബൂസ്റ്റ് ചെയ്ത് കുറേശ്ശെ അവർക്ക് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ ചിലർ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചില മാക്സിമം എടുത്തെങ്കിൽ പോലും ചിലപ്പോൾ ചിലവരെ കൊണ്ട് നമ്മൾ ഒരുപാട് നേരം പാടിക്കും. ചിലപ്പോൾ നന്നായെങ്കിലോ ശരിക്കും ആ സാധനങ്ങൾ കിട്ടിയല്ലോ എന്ന് വെച്ചിട്ടാണ് ചിലപ്പോൾ എന്താ പറയുക, അങ്ങനെ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചാൻസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ 2-4 പേർക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണാം, സാറേ ഞാനൊരു ലിറിക്ക് അയച്ചു തരാം, ഒന്ന് ട്യൂൺ ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമോ? അത് പലരും ഒരു ബാഡ് അഭിപ്രായം എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ വലിയ മറ്റൊന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എനിക്ക് മ്യൂസിക് കമ്പോസ് ആണെങ്കിൽ സ്റ്റുഡിയോ പോകണം, ഇൻസ്ട്രുമെൻറ്റ്സ് 1-2 ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പോൾ റിതം, കീബോർഡ് അതൊക്കെ വേണം കമ്പോസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും, നല്ലൊരു സംഖ്യ അവർക്ക് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ഇതിൽ എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് ട്യൂൺ ചെയ്ത് തരുമെന്ന് പറഞ്ഞ ആളുകൾക്ക് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അവരുടെ ഒരു സങ്കടം ഇങ്ങനെ എഴുതി കാണിക്കും, സാറേ അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് അവരോട് സോറി പറയാൻ മാത്രം പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു കൂട്ടം ഗായകര് സ്ഥിരമായി സിനിമകളിൽ വന്നുകൊണ്ടിരുന്നപ്പോ അന്നത്തെ ഒരു വിമർശനം, അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ചെറുതാകുമ്പോൾ കേട്ടുള്ള വിമർശനമാണ്, പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കുറയുന്നു, അല്ലെങ്കിൽ അവസരങ്ങൾ ഇല്ലാതാവുന്നു, ഇതൊരു തരത്തിൽ മാറ്റി നിർത്തലാണ്, അല്ലെങ്കിൽ ചവിട്ടിത്താഴ്ത്തലാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് റിപ്പോർട്ട് ചെയ്തൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് അങ്ങനെ സംഭവിച്ചാണ്, അല്ലെ ഈ പറഞ്ഞ പോലെ കാസറ്റിന്റെ ആളുകളും എല്ലാവരും ഇവര് മതി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതി തഴയപ്പെട്ടിട്ടുണ്ടോ? എല്ലാം ഒരു ബിസിനസ് അല്ലേ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് കാസറ്റ്, ഇപ്പം നമ്മളൊക്കെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ കാസറ്റ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജയചന്ദ്രൻ ചേട്ടൻ. ബാക്കിയുള്ള കാസറ്റ്സിനൊക്കെ കാസറ്റ് എടുക്കും, പക്ഷെ വില കുറയും. നല്ല വില കിട്ടണമെങ്കിൽ നമുക്ക് ദാസേട്ടൻ പാടിയ പാട്ട്, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് സിനിമ മാറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുതിയ ഗായകർ വരാൻ തുടങ്ങി. ഇപ്പോൾ MG ശ്രീകുമാർ വന്നു, പ്രിയദർശൻ അവരുടെ സിനിമകളിലൂടെ അങ്ങനെ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇന്നിപ്പോൾ ആർക്കും വേണമെങ്കിലും പാടാവുന്ന സ്റ്റേജായി അല്ലേ. മാറ്റി നിർത്തലല്ല അത് ഒരു പ്രൊഡ്യൂസറുടെ ബിസിനസ്സാണ് അല്ലേ. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ ദാസേട്ടൻ പാടണം, അല്ലെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ മാറ്റി നിർത്തുക എന്ന് പറയാൻ പറ്റില്ല. അത് ബിസിനസ്. ഒരു പടം എന്തിനാണ് എടുക്കുന്നത്? ഒരു പ്രൊഡ്യൂസർ ചിലവാക്കുമ്പോൾ ഫണ്ട് തിരിച്ചു കിട്ടണം എന്നുള്ള ഇതിലല്ലേ, അത്രയേ ഉള്ളൂ. അതുപോലെ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, അങ്ങനെ ചുമ്മാ ആളുകൾ ഇങ്ങനെ പറയും ദാസർക്കാരൻ ഒരുപാട് എൻ്റെ ദൈവം ഇത് പാവം അറിയണ പോലും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഒരു പാട്ട് ആരെക്കൊണ്ട് പാടിപ്പിക്കണം, ആ പാട്ട് ഇന്ന ആൾ പാടിയാൽ നന്നാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അല്ലാണ്ട് ദാസാർ ഇതൊന്നും അറിയുന്നില്ല. ആ പാവ ആ മനുഷ്യനായിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, എന്തൊരു കഷ്ടം നോക്കിയാൽ. അനുപമ, ബാക്ക്ഗ്രൗണ്ട് പറയൂ, എങ്ങനെയാണ് സിനിമാ മോഹം വരുന്നത്? സിനിമാ മോഹം പണ്ടേ ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിലേ ഇഷ്ടമാണ്. അതായത് മിററിന്റെ മുൻപിൽ പോയിരുന്ന് സ്വന്തമായിട്ട് കരഞ്ഞു വെക്കുക, സ്വന്തമായിട്ട് ചിരിച്ചു വെക്കുക. ഈ മൂവീസ് ഒക്കെ കാണുമ്പോൾ അതിലെ ഹീറോയിൻസിനെ പോലെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമല്ലോ. ഓക്കെ, നടന്നു പോകുമ്പോൾ സ്ലോ മോഷനിലാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വട്ടൊക്കെ പണ്ടേ ഉണ്ട്. പിന്നെ ഒരു പ്രായത്തിൽ ഇപ്പം നമുക്കൊരു ഇതുണ്ടല്ലോ, അതായത് ഞാനൊരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ അവിടുന്ന് ഒരു സിനിമാ മോഹമായിട്ട് എത്തുക എന്ന് പറയുന്നത് അന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളവർക്കൊന്നും പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല. പിന്നെ വർക്ക് ചെയ്തു, എയർ ഹോസ്റ്റസ് ആയിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് റിസൈൻ ചെയ്തപ്പോൾ കുറച്ച് ആങ്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി.
പക്ഷെ ഈ മൂവി മോഹം അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് എഴുത്തോലയുടെ ഓഫർ വരുന്നത്. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എഴുത്തോല അറ്റ്ലീസ്റ്റ് ഒരു മൂവിയെങ്കിലും കിട്ടിയല്ലോ, എൻ്റെ ആഗ്രഹത്തിനൊരു മൂവി കിട്ടി, അപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എഴുത്തോല ചെയ്തപ്പോൾ പിന്നെ എനിക്കിത് വിടാൻ പറ്റാതായി. ആ ഒരു അഡിക്ഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. എഴുത്തോലയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ന്യൂ കമ്മർ എന്നുള്ളൊരു ഫീൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ശങ്കർ സാർ ആണെങ്കിലും ആ ഒരു ക്രൂവേ അങ്ങനെയായിരുന്നു, ആ ഒരു സെറ്റ് അങ്ങനെയായിരുന്നു. ഒരു മാറ്റി നിർത്തപ്പെടലോ ഞാൻ പലതും കേട്ടിട്ടുണ്ട് നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ആ സെറ്റിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളൊരു കാര്യം കൊണ്ട്. പക്ഷേ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തത്. ഇപ്പം നിഷ ചേച്ചിയൊക്കെ ആണെങ്കിലും നമുക്ക് തരുന്ന, അഭിനയിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ തരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അതിലാണ് നമ്മൾ നമ്മുടെ റിയാക്ഷൻ കൊടുക്കുക. അപ്പം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ല, ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. സർ, പ്രിയൻ സാറിന്റെ നിങ്ങളൊക്കെ കോമ്പിനേഷനിൽ വരുന്ന സിനിമകളൊക്കെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ് എല്ലാവരുടെയും. ഇപ്പം പെട്ടെന്ന് ഓർക്കുകയാണ് KNK ഓട്ടോമൊബൈൽസ് എന്നൊക്കെ ഇപ്പൊ പല പേജുകളിലും കിന്നരം, അതിലെ ബാലൻ, നാരായണൻകുട്ടിയും ബാലനും, അതിലെ പിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ചെറുപ്പക്കാര് ഇന്നും യൂത്തായി നിൽക്കുന്നു എന്നുള്ള എല്ലാ പ്രായക്കാരുടെയും മനസ്സിൽ ആ ഏജ് ആണല്ലോ നിങ്ങളെയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ. എനിക്ക് അന്ന് ഈ കോമ്പോല് ചെയ്യുമ്പോഴേ പ്രിയദർശൻ സുഹൃത്തുക്കളുടെ വലയത്തിൽ സിനിമ ചെയ്തിരുന്ന ഒരു സമയത്ത് കംഫർട്ട് കൂടുതൽ വളരെ കംഫർട്ടബിൾ ആണല്ലോ. ബിക്കോസ് നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള ഇപ്പം നമ്മൾ വലിയൊരു ആക്ടറെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നസീർ സാറിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ആക്ടറുടെ കൂടെ നമുക്ക് എത്ര റിഹേഴ്സൽ എടുക്കാൻ പറ്റും, 1 റിഹേഴ്സൽ 2 റിഹേഴ്സൽ, അതിൻ്റെ കൂടുതൽ പോകുമ്പോൾ അദ്ദേഹം എന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷെ സുഹൃത്തുക്കളാകുമ്പോൾ അതൊന്നും ഇല്ല, നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ സാധിക്കും. പിന്നീട് ഓരോ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നസീർ സാർ തൊട്ട് ഈ സൗഹൃദങ്ങൾ തൊട്ട് പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഓരോ കാലത്തും അഭിനയവും അത്ര എക്സാജറേറ്റ് ചെയ്യേണ്ടാത്തൊരു സമയം വരുന്നു അല്ലേ, 90s ഒക്കെ ആകുമ്പോഴേക്കും. ഇപ്പോൾ ഒക്കെ സിനിമയിലെ ആക്ടിങ് എന്ന് പറയുന്നത് നാച്ചുറലാണ്. ബിക്കോസ് ഇപ്പോൾ റിഹേഴ്സൽസിലേക്ക് അധികം പോകാറില്ല. ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ഭ്രമം ചെയ്തപ്പോൾ അവർ റിഹേഴ്സലേ ഇല്ല. അവർ നമുക്ക് എന്താ നമ്മളത് കാര്യങ്ങൾ പറയും, നമ്മളത് പിന്നെ അങ്ങ് ചെയ്യുക. അതവർ ഓക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി എടുക്കും. പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തരുന്നില്ല. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും അതിലേക്ക് പ്രിപ്പയർഡ് ആവുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ചിലപ്പോൾ വരുമായിരിക്കും. മറ്റേത് നമ്മളങ്ങ് ചെയ്യുകയാണ്, അത്രേ ഉള്ളൂ. അതിലേക്ക് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും. ആ ചേഞ്ച് ഉണ്ട്, നമ്മൾ ശീലിച്ച് വന്നതിൽ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞ്. പക്ഷേ ആസ് ആക്ടേഴ്സ് നമുക്കത് അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല. എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. കാഴ്ച എന്ന് പറയുന്നത് ഒരു ഭംഗിയുള്ള ആൽബമാണ്. അതിൽ ഈ പറഞ്ഞ കുട്ടികൾക്കുള്ള ടപ്പ് ടപ്പ് ജാനകി തൊട്ട് ജുഗ്നൂരെ പാടുന്നുണ്ട്, ഇപ്പുറത്ത് കുട്ടനാടൻ കായലിലെ വരുന്നുണ്ട്, പിന്നെ കുഞ്ഞേ നിനക്ക് വേണ്ടി. ഒന്ന് ആലോചിച്ച് വെക്കാൻ 4 ടൈപ്പ് സോങ്ങുകളാണ് ഒരു പാട്ടിൽ, അത് 4ഉം ഹിറ്റ്. ഏത് മൂഡിന് വേണേൽ നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാ അല്ലേ കാഴ്ച എന്നുള്ള ഒരു ആൽബം. അതും ബ്ലസ്സി സാറ് അന്ന് തരമേന പുതിയ ആളാണ്. എങ്ങനെയായിരുന്നു കാഴ്ചയുടെ ഒരു ജുഗനൂരെ ജുഗനൂരേ ജുഗനൂരെ ജുഗനു മാരി പാസ് ആവരേ ജുഗനു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് അൻവർ സാദത്ത് എന്ന് പറഞ്ഞ മുന്നേ എപ്പോഴും പാടിയിട്ടുണ്ട്, അവനെ കൊണ്ട് പിന്നെ പഠിച്ച. അവൻ്റെ ശബ്ദം ഒരു പ്രത്യേക ഫോക്ക് ഫീലുള്ള ശബ്ദമാണ്. അങ്ങനെ അവനെ കൊണ്ട് പാടിപ്പിക്കുന്നത്. അവൻ മനോഹരമായി പാടി. വിഷലിനൊക്കെ ഭയങ്കര, അത് വിഷലൊക്കെ എടുത്ത് പൊലിപ്പിച്ചെടുക്കണം. കുറേ മിന്നാമിനങ്ങളും കൊച്ചിപ്പകൻ ഇങ്ങനെ നടക്കുന്നു. ഭയങ്കര രസമായിട്ട് ബ്ലസ്സി നന്നായി ചെയ്തിട്ടുണ്ട്. കുഞ്ഞേ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കേട്ടാ കരച്ചിൽ വരുന്നു. അതെ 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 അതെ, അതിങ്ങനെ ഉണ്ടായിട്ടാണ്. അതുപോലെ കുട്ടനാടൻ കായലിലെ. അതെ അതെ അതെ, അത് ആക്ച്വലി കലാഭവമണി ആയിരുന്നു പിന്നെ മനോജ് കെ ജയൻ ചെയ്യേണ്ട ക്യാരക്ടർ കലാഭവമണി ചെയ്യാന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കലാഭവമണി കൊണ്ട് ഈ പാട്ട് പാടിച്ചത്. അത് കുട്ടനാടൻ പുഞ്ചയിൽ അല്ലെ കുട്ടനാടൻ കായലിലൊക്കെ. അപ്പോൾ അത് മധു ബാലകൃഷ്ണൻ ആദ്യമായിട്ടാണ് അതിൽ സിനിമയിൽ പറഞ്ഞത്. അങ്ങനെ മധുവിനെ കൊണ്ട് പാടിപ്പിച്ചപ്പോൾ മണിയും മധുവും അസ്രയ്യ പാടി. പിന്നെ കുറെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാക്കി ഇട്ടു പാടിയത്. മായാസന്ധ്യ അതുപോലെ
പാട്ട് ഓർമ്മയില്ല എനിക്ക്. കമലിന്റെ പടം അല്ലേ? സ്വപ്നക്കൂടിലെ ഏത് പടമായിരുന്നു അത്? സ്വപ്നക്കൂട് സ്വപ്നക്കൂട്. മധുബാലകൃഷ്ണനാണല്ലോ ആ പാട്ട് പാടി. മായാസന്ധ്യയെ പോയി വരാം. അതെ അതെ അതെ. സാർ ഇപ്പം കുറച്ച് നാളുകളായി സിനിമകൾ കുറച്ച് കുറവായിട്ടാണല്ലോ ചെയ്യാറ്. അതിപ്പോഴും നമ്മൾ പിക്ക് ചെയ്ത് സെലക്റ്റീവ് ആവുന്നതാണോ അതോ? സെലക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ സിനിമ വരും, കുറേ സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, അതൊന്നും എനിക്കൊരു എൻട്രി മാതിരി വരണം, നല്ലൊരു സംഭവം ആയിരിക്കണമല്ലോ. പിന്നെ ഇത് വെറുതെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രൊമോഷൻസ്, അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ഇതൊക്കെ നന്നായാൽ മാത്രമേ തിയേറ്ററിൽ സിനിമ പോവുള്ളൂ. സിനിമ നന്നായത് കൊണ്ട് മാത്രം ഇന്ന് ഓടുന്നില്ല, എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരണം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിക്ക് എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം ലണ്ടനിൽ കഴിഞ്ഞു, അതിൻ്റെ ബാക്കി വർക്ക് നടന്നു. റിലീസിന് ശേഷം വേറൊരു ഫിലിം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ അഭിനയിക്കും. എഴുത്തോലയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ.